കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് അവൻ ഊമയായ ഒരു പിശാചിനെ ബഹിഷ്കരിക്കുകയായിരുന്നു. പിശാച് പുറത്തു പോയപ്പോൾ ആ ഊമ സംസാരിച്ചു. ജനങ്ങൾ അത്ഭുതപ്പെട്ടു. അവരിൽ ചിലർ പറഞ്ഞു, അവൻ പിശാചുകളുടെ തലവനായ ബേൽസെബൂലിനെ കൊണ്ടാണ് പിശാചുകളെ ബഹിഷ്കരിക്കുന്നത്. വേറെ ചിലർ അവനെ പരീക്ഷിക്കുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരടയാളം അവനോട് ആവശ്യപ്പെട്ടു. അവരുടെ വിചാരങ്ങൾ അറിഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു, അന്തചിത്രമുള്ള രാജ്യം നശിച്ചു പോകുന്നതിന് ഭവനവും വീണുപോകും. സാത്താൻ തനിക്ക് തന്നെ എതിരായി ഭിന്നിച്ചാൽ അവരുടെ രാജ്യം എങ്ങനെ നിലനിൽക്കും? ഞാൻ ബേൽസെബൂലിനെ കൊണ്ട് പിശാചുകളെ പുറത്താക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നു. ബേൽസെബൂലിനെ കൊണ്ടാണ് ഞാൻ പിശാചുകളെ ബഹിഷ്കരിക്കുന്നെങ്കിൽ നിങ്ങളുടെ പുത്രന്മാർ ആരെ കൊണ്ടാണ് അവയെ ബഹിഷ്കരിക്കുന്നത്? അതുകൊണ്ട് അവർ നിങ്ങളുടെ വിധികർത്താക്കളായിരിക്കും. എന്നാൽ ദൈവകരം കൊണ്ടാണ് ഞാൻ പിശാചുകളെ പുറത്താക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. ശക്തൻ ആയുധധാരിയായി തൻ്റെ കൊട്ടാരത്തിന് കാവൽ നിൽക്കുമ്പോൾ അവൻ്റെ വസ്തുക്കൾ സുരക്ഷിതമാണ്. എന്നാൽ കൂടുതൽ ശക്തനായ ഒരുവൻ അവനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയാൽ അവൻ ആശ്രയിച്ചിരുന്ന ആയുധങ്ങൾ മറ്റവൻ അപഹരിക്കുകയും കൊള്ളമുതൽ ഭാഗിച്ചെടുക്കുകയും ചെയ്യും. എന്നോടുകൂടെയല്ലാത്തവൻ എനിക്കെതിരാണ്. എന്നോടുകൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ ഒത്തിരി സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഒരുപക്ഷെ ഈ രണ്ട് വായനയിലൂടെയും തമ്പുരാൻ പറയുന്നൊരു കാര്യം, നമ്മൾ ഓരോരുത്തരും യഥാർത്ഥത്തിൽ അവിടുത്തെ ശ്രവിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ പലപ്പോഴും വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ വചനങ്ങൾ കേൾക്കുകയും പല ആവർത്തി ഒരു വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമ്മൾ കണ്ണോടിക്കുകയും അല്ലെങ്കിൽ ആ ഒരു ഗ്രന്ഥം അത്രത്തോളം ആത്മാർത്ഥമായിട്ട് എടുക്കുമ്പോഴും എത്രത്തോളം ദൈവത്തെ ശ്രവിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവുന്നു എന്നുള്ള കാര്യം. ആദ്യ വായനയിലേക്ക് പോകുമ്പോൾ ജെറമ്യാ പ്രവാചകനൊരു പരാതിയാണ് പറയുന്നത്. കാരണം ആ ഒരു ജനം പലപ്പോഴും ദൈവത്തിൻ്റെ പക്ഷം ചേർന്ന് നടന്ന് അവരുടെ സ്നേഹം പലപ്പോഴും അനുഭവിച്ച് പലപ്പോഴും ആ ഒരു കാലഘട്ടത്തിൽ ചുറ്റും വസിച്ചിരുന്ന വ്യക്തികൾ പോലും നിങ്ങൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരല്ലേ എന്നുള്ള കാര്യം പറയുന്നതോടൊപ്പം തന്നെ ആ ഒരു ഭാഗ്യം അവർക്ക് വന്നു ചേർന്നിരിക്കുന്നു എന്നുള്ള കാര്യം പല ആവർത്തിച്ച് പോരുന്നുണ്ട്. പക്ഷേ ഈ ഒരു ജീവിതത്തിൽ പലപ്പോഴും വിശ്വസ്തയോടുകൂടി മുന്നോട്ട് പോകുമ്പോഴും പലപ്പോഴും എവിടെയൊക്കെയോ ആ ഒരു സ്വരം ശ്രവിക്കാതെ അല്ലെങ്കിൽ ആ ഒരു ദൈവം പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും ചെവി കൊടുക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ അവർക്ക് ലഭിച്ച ഓരോ അനുഗ്രഹങ്ങളെപ്പറ്റി പറയുമ്പോഴും ആ ഒരു ദൈവം അത്രത്തോളം അവരുടെ കൂടെയായിരുന്ന ബോധ്യം പലപ്പോഴും മുന്നോട്ട് പോകുമ്പോഴും അത് പലപ്പോഴും അതിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന ഒരു സ്വഭാവം നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ അവരോരോരുത്തരെയും തിരുത്തുന്നതിനപ്പുറത്തോട്ട് ആ ഒരു സ്വരം ശ്രവിച്ച ഒരു ജനത്തെ അവർക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി പരിചയപ്പെടുത്തുന്നുണ്ട്. സ്നേഹമുള്ളവരെ, നമ്മുടെ ആത്മീയ ജീവിതം പലപ്പോഴും പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ പല ആവർത്തി ഈ ഒരു രീതി പലപ്പോഴും നമ്മൾ പരിശോധിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം അതാണ്. നമ്മൾ എത്രത്തോളം ഒരു ദൈവത്തെ കേൾക്കുന്നു എന്നുള്ള കാര്യം, അല്ലെങ്കിൽ എത്രത്തോളം എൻ്റെ ജീവിതത്തിന് ഞാൻ ശ്രവിക്കുന്നു എന്നുള്ള കാര്യം. പലപ്പോഴും ഈ ഒരു ജീവിതം മുന്നോട്ട് പോകുമ്പോൾ പല ആവർത്തി നമുക്ക് പറ്റുന്ന ഒരു കാര്യം, പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട്, വിശ്വസിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ വിശ്വാസം പലപ്പോഴും നമ്മൾ ഏറ്റുപറയുന്നുണ്ട്. പക്ഷെ അതിനപ്പുറത്തോട്ട് ഞാൻ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന എൻ്റെ ദൈവത്തെ എത്രത്തോളം എനിക്ക് ശ്രവിക്കാൻ പറ്റുന്നു എന്നുള്ള കാര്യം. സാമുവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ആ ഒരു ആദ്യഭാഗത്തിൽ സാമുവേലിൻ്റെ വിളിയെപ്പറ്റി നമ്മൾ കാണുന്നുണ്ട്. ആ ഒരു ഭാഗത്തിൽ 3 പ്രാവശ്യം ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ പറ്റുന്നെങ്കിലും ആ ഒരു സ്വരം ശ്രവിക്കാൻ ആ ഒരു ജീവിതത്തിൽ പലപ്പോഴും പ്രവാചകൻ കടന്നു വന്നുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അങ്ങേ ദാസനിത ശ്രവിക്കുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ദൈവം പലപ്പോഴും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എത്രത്തോളം ഈ ഒരു സ്വരത്തിന് ചെവി കൊടുക്കാൻ നമുക്ക് ഓരോരുത്തർക്ക് പറ്റുന്നു എന്നുള്ള കാര്യം. രണ്ടാമത്തെ വായനയിലേക്ക് വരുമ്പോൾ സുവിശേഷത്തിൽ കുറേ എതിരഭിപ്രായങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഈശോ അവർക്ക് ഓരോരുത്തർക്കും വേണ്ടി നിലകൊള്ളുമ്പോഴും അവരോരോരുത്തരും ദൈവത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അവൻ്റെ വാക്കുകൾ ശ്രവിക്കാതെ പലപ്പോഴും അവരോരോരുത്തരും മാറിപ്പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈശോ ആവർത്തിക്കുന്നുണ്ട്, എനിക്ക് എതിരായിട്ടുള്ളവൻ എപ്പോഴും എൻ്റെ ജീവിതത്തിലും എതിരാണെന്ന് പറയുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഒരു ആത്മീയതയിൽ സംഭവിക്കുന്ന ഒരു കാര്യം ഒരു ന്യൂട്രാലിറ്റിയാണ്.
അവിടെയും ഇവിടെയും ഇല്ലാത്തൊരവസ്ഥ. എത്രത്തോളം ആ ഒരു ദൈവത്തിൻ്റെ പക്ഷം ചേർന്ന് നമുക്ക് ഓരോരുത്തർക്കും ജീവിക്കാൻ പറ്റുന്നു, അല്ലെങ്കിൽ അവൻ്റെ സ്വരം കേട്ട് അവൻ്റെ വചനം പാലിച്ച് ഓരോ നിമിഷവും എൻ്റെ ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ആകാൻ പറ്റുന്നു എന്നുള്ള കാര്യം. കാരണം ഈ ഒരു കാലഘട്ടം പലപ്പോഴും പരിശോധിക്കുമ്പോഴും നമ്മുടെ ഓരോ വ്യക്തി ജീവിതങ്ങളും പലപ്പോഴും പരിശോധിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം, സത്യവിശ്വാസം ഏറ്റുപറയുകയും ഈ വചനങ്ങൾ പാലിക്കാൻ നമ്മൾ ഓരോരുത്തരും സന്നദ്ധരാവുകയും ചെയ്യുന്നതോടൊപ്പം ചില ജീവിത സാഹചര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പലപ്പോഴും ഈ ഒരു സ്നേഹത്തിൽ നിന്നും ഈ ഒരു വിശ്വസ്തയിൽ നിന്നും പലപ്പോഴും നമ്മൾ മാറിപ്പോകുന്നത് കാണുന്നുണ്ട്. ഒരു പക്ഷേ ഒരു കുടുംബനാഥനോ കുടുംബിനിയോ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയോ വിദ്യാർത്ഥിനിയോ ആരുമായിക്കൊള്ളട്ടെ, പലപ്പോഴും ജീവിതാവസ്ഥകൾ മാറുമ്പോഴോ അവരുടെ ജീവിതത്തിൽ പലപ്പോഴും പരോക്ഷമായിട്ട് മറ്റുള്ളവരിൽ നിന്ന് അഭിനന്ദനങ്ങളും അല്ലെങ്കിൽ അവരിൽ നിന്ന് ചേർത്തുള്ളത് പലപ്പോഴും ലഭിക്കാതെ വരുമ്പോൾ ദൈവത്തെ തള്ളിപ്പറയുന്ന കാഴ്ചകൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചുറ്റിലും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തിരിച്ചറിയേണ്ടത്, ഞാൻ എത്രത്തോളം എൻ്റെ ദൈവത്തിൻ്റെ പക്ഷം ചേർന്ന് അവൻ്റെ സ്വരം ശ്രവിച്ച് എത്രത്തോളം എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നു എന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും ആത്മശോധന ചെയ്യേണ്ടതാണ്. കാരണം ജീവിത സാഹചര്യം പലപ്പോഴും മുന്നോട്ട് പോകുമ്പോൾ, നമ്മുടെ തന്നെ പല തീരുമാനങ്ങളും മുന്നോട്ട് പോകുമ്പോൾ ഞാൻ അത്രത്തോളം സ്നേഹിക്കുന്ന ഒരു ദൈവം എനിക്ക് ഉണ്ടെന്ന് നമ്മൾ പലപ്പോഴും പറയുന്നതോടൊപ്പം തന്നെ പല സാഹചര്യങ്ങളിലും അവർ ദൈവത്തെ തള്ളി പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ആവർത്തിക്കുന്നതാണ്. സ്നേഹമുള്ളവരെ, അവിടുത്തെ ശ്രമിക്കാം, അവിടുത്തെ വചനങ്ങൾ പാലിക്കാം. ആ ഒരു വിശ്വസ്തതയിൽ എന്നും നമ്മുടെ ജീവിതാന്ത്യം വരെ നമുക്ക് മുന്നോട്ട് പോകാം. തമ്പുരാൻ നമ്മൾ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.